ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട മറ്റൊന്ന് അദ്മുൽ ഇജാബത്തി ഇലാ തുആമി മൻ ഫീ മാലിഹി സുബ്ഹത്തുൻ. ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമാവാത്ത സമ്പത്തുള്ള ഒരാള്, അങ്ങനെ സമ്പത്തുള്ള ഒരാള് വ്യക്തി ഭക്ഷണമുണ്ടാക്കി അതിലേക്ക് ഈ മഹാന്മാരിൽപ്പെട്ട ആരെങ്കിലും ക്ഷണിച്ചാൽ അവര് ഉത്തരം നൽകില്ല. അങ്ങനെയാണ് ഉത്തരം കൊടുക്കൂല. കാരണം സുബ്ഹന്റെ സ്വത്തകപ്പെട്ട് കഴിഞ്ഞാൽ ഹറാമ് കടന്നു പോകും പേടിച്ചിട്ട്. ഈ ആൾക്കാർ ആരൊക്കെയാവാം? മിൻ അമീനും ഭരണാധിപൻ, മുബാഷിരിൻ ഇണങ്ങിച്ചേരുന്ന ആള് നയിക്കാർ ഭരണാധിപനുമായിട്ട്, വഖാദിൻ വിധികർത്താവ്, ജഡ്ജി എന്ന് പറയാം, കാശിഫിൻ ഇങ്ങനെ കശ്ഫ് ചെയ്യുന്ന ആള്, വെളിവാക്കുന്ന ആള് ഒക്കെ ഉണ്ടാവും. ഷെയ്ഖ് അറബി, അറബി ഷെയ്ഖ്, ഷെയ്ഖ് നാട്ടിലെ ഷെയ്ഖ്, വ താജിരിൻ അക്രമിയുടെ മേലിൽ കച്ചവടം നടത്തുന്ന ആൾ, അക്രമികൾക്ക് വിൽപ്പന നടത്തുന്ന ആള്, വ അൽറാബിയും അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ അടുക്കൽ പരിശോധിച്ചാല് ഹറാം ഏത് ഹലാൽ ഏതൊന്ന് വകതിരിച്ചറിയാം സമ്പത്തൊക്കെ ഉണ്ടാവും. ഇത്തരം ആളുകൾ വിളിച്ചാലൊന്നും അവർ ഉത്തരം നൽകൂല, ഞങ്ങൾ വരില്ല എന്ന് തീർത്ത് പറയും. കാരണം അവരുടെ ഭക്ഷണം കഴിക്കുമ്പോ ഹറാമ് അകന്നു പോകും, ഹറാമ് കടന്നു പോകുമെന്ന് പേടിച്ചിട്ടാണ്. അതുപോലെ ഹലാലി, ജനങ്ങളെ കയ്യിലുള്ള ഹലാൽ ഉണ്ടാവും. അപ്പൊ ജനങ്ങളെ കയ്യിലുണ്ടാവുന്ന ഹലാലിനാലുള്ള എന്തൊക്കെ ഉണ്ടോ അത്തരം കാര്യങ്ങൾ തൊട്ട് ഇവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അത് കൂടുതലാണ്, ആവശ്യത്തിനെടുത്തെങ്കിലും കൂടുതൽ ഒഴിവാവലാണ് പരിപാടി. അതൊന്നും നോക്കൂല, വലിയ നടത്തും. അതിനൊക്കെ അവർ ഒഴിഞ്ഞു മാറും. വഇലം, നീ അറിയുക, അന്നമിൻ അലാമതി സുബ്ഹത്തി ബി ത്വആമി, ഭക്ഷണത്തിൽ സുബ്ഹന്റെ അടയാളം എന്താ? ഭക്ഷണത്തിലുണ്ടാകുന്ന സുബ്ഹന്റെ അടയാളത്തിൽപ്പെട്ടത് അയ്യുനവ്വി അൽ ഇൻസാനുൽ അത്ഇമത, ഒരുപാട് ഇനങ്ങൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കല. എന്താ അങ്ങനെ പറയാൻ കാരണം? ലി അന്നഹു ലൗ തബിഅൽ ഹലാല, അദ്ദേഹം ഹലാലുമായി തുടർന്നു പോകുന്ന ഒരാളാണെങ്കിൽ ലമ വജദ ശൈഅൻ മിനൽ ഹലാലി യുനവ്വിഉ ബിഹി തആമ, ഹലാലിൽ നിന്ന് പല ഇനങ്ങളായി തരംതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കളൊന്നും വെറും ഹലാലുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് കിട്ടാൻ സാധ്യമല്ല. അത് വളരെ വിരളമായിരിക്കും. ഈ തോനെ കാണുമ്പോൾ പേടിയാണ്. അപ്പൊ ഹലാലും ഉണ്ടാവും, ഇതിന് ഹറാം ഉണ്ടാവും, തിരിച്ചറിയുന്നില്ല. അത് കാരണം വകാന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ യഖൂലു, മഹാൻ പറയുന്നു, ഇതൊക്കെ സൂഫീസാണല്ലോ, ലാ തവക്കുൽ, നീ ഭക്ഷിക്കരുത്, ഇല്ലാ മിൻ ദുആമി തഖിയ്യിൻ നഖിയ്യ്, ശുദ്ധനായ ഭക്തിയുള്ള ഒരാളാണെങ്കിൽ അയാൾ ഉണ്ടാക്കി തന്ന ഭക്ഷണമാണെങ്കിൽ അത് മാത്രം കഴിച്ചാൽ മതി. വലാ തുദ്ഇം തുആമക ഇല്ലാ ലിതഖിയ്യിൻ നഖിയ്യ്, അതുപോലെ നീ ഉണ്ടാക്കിയതായിരിക്കുന്ന ഭക്ഷണം സംശുദ്ധനായ ശുദ്ധനായ തഖ്വയുള്ള ഭക്തിയുള്ള ആൾക്ക് മാത്രമേ ഭക്ഷിപ്പിക്കാവൂ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. വകാന റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു ആയിരുന്നു, ലാ യുജീബു ഇലാ വലീമത്തിൻ, എന്തെങ്കിലും സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സദ്യയിലേക്ക് ക്ഷണിച്ചാൽ ഉത്തരം കൊടുക്കാറില്ല. എപ്പോഴല്ലാതെ ഇല്ലാ ഇൻ വസിക ബിദ്ദീനി സാഹിബിഹ, ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആള്, അത് ക്ഷണിച്ച ആള് അയാളുടെ ദീനൊന്ന് പരിശോധിക്കും, അയാൾ പരിപൂർണ ദീൻ ചിട്ടയോട് ജീവിക്കുന്ന ഒരാളാണെന്ന് ഉറപ്പിക്കും. അങ്ങനെ ഉറപ്പിച്ചിട്ടല്ലാതെ പോകൂല. പിന്നെ വുസൂഖൻ ഷദീദ, ചെറിയ ഉറപ്പിക്കലൊന്നുമല്ല, നല്ല കടുത്ത ഉറപ്പിക്കലാണ്. ആ ഉറപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ഒപ്പര് പോകുള്ളി പോകൂല. വകാന അബു മസ്ഊദിൽ ബദരി റളിയല്ലാഹു അൻഹു ലാ യുജീബു ഇലാ വലീമത്തിൻ ഇല്ലാ ഇൻ അലിമ അല്ലാ യകൂന ഹുനാക ഷൈഉൻ നഹല്ലാഹു അൻഹു, മഹാനവറുകൾ ഒരു സദ്യയിലേക്കും ഉത്തരം കൊടുക്കാറില്ല. എങ്ങനെയല്ലാതെ? ഉത്തരം കൊടുക്കണമെങ്കിൽ മൂപ്പർക്കൊന്ന് ഉറപ്പ് കിട്ടണം. എന്താ ഉറപ്പ്? ആ ക്ഷണിച്ച ആ സദ്യ ഉണ്ടാക്കിയ വീട്ടിലോ ആ സ്ഥലത്തോ അല്ലാഹു തആല തടഞ്ഞു വെച്ച വിരോധിച്ച എന്തും അവിടെ ഇല്ലാതിരിക്കണം. ആ ഇല്ലാതിരിക്കുക എന്നൊരു ഉറപ്പ് മൂപ്പർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉത്തരം കൊടുക്കുള്ളെങ്കില്ല.
അവ പണ്ഡിതന്മാരിൽ ചില ആൾക്കാർ എന്നും വിളിച്ചാൽ പോവാത്തവരുണ്ടാകും. അതിന്റെ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കണം. വഖദ് കാന അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ആയിരുന്നു, ഇദാ ദഹബ ഇലാ വലീമത്തിൻ, ഒരു സദ്യയിലേക്ക് മൂപ്പര് പോവുകയാണെങ്കിൽ, കല്യാണാവാം, സൽക്കാരാവാം, അടിയന്തരത്തിലേക്കാവാം, അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ, വറഅബിൽ ബൈത്തി സിത്രൻ, അങ്ങനെ വീട്ടിലൊരു മറ മൂപ്പര് കാണുകയും ചെയ്താൽ, എറിജോ, മൂപ്പര് അവിടെ നിന്ന് മടങ്ങിപ്പോരും. എന്നിട്ട് പോയ കൂരും മൂപ്പര് പറയും, ലാ യസ്തുറുൽ ബുയൂത്ത ഇല്ലൽ അകാസിറത, ലാ യസ്തുറുൽ ബുയൂത്ത ഇല്ലൽ അകാസിറത്തു വൽ ജബാബിറത്തു. വീടിനൊക്കെ മറവെച്ച് വളരെ ഭംഗിയിൽ അടച്ചുറപ്പാക്കിയിട്ടുള്ളത് അക്രമകാരികളും പിന്നെ ജബാബിറുകളും അക്കാസിറത്തുമായ മനുഷ്യന്മാരല്ല ചെയ്യൂല എന്ന്. അപ്പോ അടച്ചുറപ്പ് വീട്ടിന് വേണ്ട, അങ്ങനത്തെ അല്ല ഈ പറയുന്നത്. നല്ല രീതിയിൽ സാധുക്കളായി ജീവിക്കുന്ന ആൾക്കാരല്ലാത്ത പോലെ കാണുമ്പോ അവിടെ കുറച്ച് പണം കൂടിയിട്ടുണ്ടാവും. ആ പണം കൂടി വരുമ്പോഴാണല്ലോ ഈ മറയും കാര്യമൊക്കെ അവിടെ വരിക. മൂപ്പര കാഴ്ചപ്പാടില്ല, അങ്ങനെയാണ്. അത്തരം ആൾക്കാർ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൂപ്പര് പോവില്ല. ഇനി അക്കാസിറത്തിന്റെ അർത്ഥവും ജവാബിറത്തിന്റെ അർത്ഥവും ശരിക്കും നമുക്ക് പറയാം നോക്കിയിട്ട്. വനഹനു ലാ നഅകുലു ഹഉലാഇ തുആമൻ, ഇത്തരം ആൾക്കാരുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ കഴിക്കാറില്ല എന്നും പറഞ്ഞു മൂപ്പര് പോകുന്നു. വഖദ് ദുഇയ ഹുദൈഫത്തു റളിയല്ലാഹു തആല അൻഹു ഇലാ വലീമത്തിൻ, ഒരു സൽക്കാരത്തിലേക്കോ ഒരു സദ്യയിലേക്കോ മൂപ്പര് ക്ഷണിക്കപ്പെട്ടു ഹുദൈഫ തങ്ങളെ. ഫറആ ഹുനാക ഷൈഅൻ, അവിടെ മൂപ്പര് ചെന്നപ്പോ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. എന്താ കാര്യം? മിൻ സിയിൽ അജമി, ഒരു അനർബിയുടെ സംസ്കാരമാണ് അവിടെ കണ്ടത്. ഒരു ഇസ്ലാമിക സംസ്കാരമല്ല എന്നർത്ഥം. അപ്പൊ ഒരു അനർബി സംസ്കാരം അവിടെ കണ്ടു. ഫറജഅ മുസ്ലിം, അതിവേഗത്തിൽ ഇവർ തിരിച്ചു പോന്നു. കാരണം ഇവിടെ പോയ ശരിയാവുകയില്ല, അല്ലാഹു തആല തടഞ്ഞു വെച്ച കാര്യം ഇവിടെ കാണുന്നുണ്ട്. എന്നിട്ട് വഖാല, പോകുന്ന പോക്കിൽ മഹാൻ പറയുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും വമൻ റളിയ ബിഫിഇലി ഖൗമിൻ ഫഹുവ ശരീകുഹും എന്ന് പറഞ്ഞുപോയി. നല്ലൊരു തത്വമാണ് പറഞ്ഞത്. തെറ്റായ കാര്യം അവിടെ നടക്കുമ്പോൾ ആ തെറ്റായ ഒരു കാര്യത്തിന്റെ സംസ്കാരം, അറബി സംസ്കാരം, ഇസ്ലാമിക് സംസ്കാരം വേണ്ടയിടത്ത് ഒരു അനറബി സംസ്കാരം അവിടെ കണ്ടു. അപ്പൊ ഇവര് പറയാണ്, ഒരു ജനതയോട് ആരെങ്കിലും പ്രവൃത്തിയിലോ രൂപത്തിലോ ഒക്കെ സാദൃശ്യമായി വരികയാണെങ്കിൽ അവൻ അയാൾ പെട്ടവനായി. ആ സംസ്കാരം അവരുടെ കയ്യിൽ വന്നല്ല, പോലും അവർ പെട്ടവനായി. അത്തരം ജനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് ആരെങ്കിലും തൃപ്തിപ്പെട്ട് കഴിഞ്ഞാലോ ഇവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അവൻ പ്രവർത്തിച്ച പ്രവർത്തനം കൂറാവുകയും ചെയ്തു എന്ന്. ഇത്തരത്തോളം ജീവിതങ്ങൾ വളരെ ഭദ്രമായി അള്ളാഹ്ക്ക് പൊരുത്തമുള്ള രീതിയിലായിരുന്നു ഇവരൊക്കെ ജീവിച്ചിരുന്നർത്ഥം. വകാന മുഹമ്മദ് ബിൻ സലാമുൽ കന്ദരി റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, വലീമത്തുകളിലും കല്യാണ സദ്യകളിലുമൊക്കെ സുന്നത്ത് പോയി, സുന്നത്തില്ല. അനൽ ജഫാന കായത്ത് തംലഉ തുആമൻ, ജഫനകള്, പാത്രങ്ങൾ, വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇപ്പൊ എന്തായിട്ടുണ്ട്, ചെമ്പുകളൊക്കെ ഭക്ഷണത്താൽ ഇതാ നിറഞ്ഞു കാണുന്നുണ്ട്. ഓ യഗ്ദി ബിഹ ഇലൽ മസ്ജിദി, അങ്ങനെ എന്താണെന്നറിയാമോ, പള്ളിയിലേക്ക് ആ ഭക്ഷണവുമായിട്ട് മഹാൻ പോകും. ഫയഉകുലു മിന്ന, അങ്ങനെ ആ ആള് ഉണ്ടാക്കിയ ആൾ, മഹാനല്ല, ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾ അങ്ങനെ കൊണ്ടുപോകും, ആ പാത്രം കൊണ്ട് പള്ളിയിലേക്ക് പോകും. അങ്ങനെ പോയി ഒക്കുലു മിന്ന കുല്ലു മൻ കാന ഹാദിറൻ മിൻ ഗനിയിൻ വ ഫഖീരിൻ വ ഷരീഫുൻ വ വളിയൻ, താഴ്ന്ന ആള്, ഉന്നതർ, സാധു, അതുപോലെ തന്നെ സമ്പന്നൻ, ആരൊക്കെയാണ് പള്ളിയിൽ സന്നിഹിതരായത് അവരെല്ലാവരും എന്തായിരുന്നു, ഭക്ഷണങ്ങളൊക്കെ എങ്ങനെ എന്തായി കഴിച്ചു. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. വക്കാന സാഹിബുൽ വലീമ, ഇനി സാഹിബുൽ വലീമത്ത് ഇദാ ഖസൽ അഗ്നിയ അബിദഅവതി, ക്ഷണത്തില് സമ്പന്നന്മാരെ മാത്രം പ്രത്യേകമാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ലാ യഅകുലു നാസു ലഹു തുആമൻ, അവനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു പോകരുത് എന്ന, ജനങ്ങൾ കഴിക്കാൻ പാടില്ല. കാരണം അത് പൊളിച്ചോണ്ട് നടന്നോ, ഇപ്പൊ തൽക്കാലം ക്ലാസ്സിൽ കിടക്ക്,
വയഖൂലൂന അവർ പറയും ചെയ്യും ഇന്നഹു ശർറു തആമി, അവിടെ അടിച്ചോ, ഞാൻ നീച്ചരൂല. ഇന്നഹു ശർറു തആം, ഇത് ഒരു മോശമായ ഭക്ഷണമാണ് എന്ന് മഹാൻ പറയുകയും ചെയ്തിരുന്നു. വകാനിൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു ഇന്നർ റജുല, നിശ്ചയമായിട്ടും ഒരാള് എന്ത് ലയകൂലഹു മൗഖിൻ മിൻ ഖൽബി, തന്റെ ഹൃദയത്തിൽ അയാളെ പറ്റി എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ ഫൈദാ റഅയ്തു, അങ്ങനെ അയാളെ പറ്റി എന്റെ മനസ്സിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ എന്തുണ്ടാവും, വസാബി ത്വാമി, ഭക്ഷണത്തിൽ ഞാൻ വിശാലത ചെയ്തു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ സഖത്ത മിൻ ഐനി, എന്റെ കണ്ണിൽ നിന്ന് പിന്നെ അയാൾ പോയി. അപ്പൊ ഭക്ഷണമൊക്കെ വിശാലമാക്കി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പറ്റി എന്തെങ്കിലുമൊക്കെ എന്താണ് വേണ്ടാത്തൊക്കെ എന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്റെ കണ്ണിൽ കാണുകയാണെങ്കിൽ ഞാൻ അയാൾ ഒഴിഞ്ഞുപോയി. എന്തുകൊണ്ട്? ലി ഖില്ലത്തി വറൈഹി, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കുറഞ്ഞതുകൊണ്ട്. വഖദ് ഖാല ലി ലുക്മാനു അലൈഹിസ്സലാം ലി ഇബ്നിഹി, ലുക്മാൻ എന്നവർ തന്റെ മോനോട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, ഇയ്യാക്ക വഹുദുറൽ വലായിം, നിന്നെയും സദ്യകൾക്ക് നീ പങ്കെടുക്കുന്നു നല്ലോണം സൂക്ഷിച്ചോ. കാരണം ഇന്നഹ തുദക്കിറുക ബിദ്ദുനിയ വശഹവാതിഹ, സദ്യയിൽ ചെല്ലുമ്പോ പലതും കാണും. അതൊക്കെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടം ചെയ്യും. കാരണം ദുനിയാവ് കൊണ്ടും അതിന്റെ വികാരങ്ങളെ കൊണ്ടുമാണ് നിന്നെ അത് ഓർമ്മപ്പെടുത്തുക. അപ്പൊ അത്തരം കാര്യം നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം.